നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധി ധനസഹായ പദ്ധതി നമ്മളുടെ വീടുകളിൽ വാങ്ങുന്നവരുണ്ടാകും. ഈ ധനസഹായം പ്രതിവർഷം 6000 രൂപയാണ് ലഭിക്കുന്നത്. ഈ ധനസഹായ പദ്ധതിയിൽ പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ്. 5 വർഷക്കാലത്തേക്ക് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നീട്ടിയിരിക്കുന്നു. 3.15 ലക്ഷം കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. അതായത് 5 വർഷക്കാലത്തേക്ക് കർഷകർക്ക് വേണ്ട ധനസഹായം അനുവദിച്ചു കഴിഞ്ഞു. പ്രതിവർഷം 6000 രൂപ, അതായത് വർഷത്തിൽ 3 ഗഡുക്കൾ 2000 രൂപ വീതം. അപ്പോൾ ഈ ധനസഹായം മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് KYC, അതോടൊപ്പം തന്നെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് കർഷക ID എടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് ഈ സമയത്ത് പ്രധാനമായിട്ടുള്ളത്. കോമൺ സർവീസ് സെൻ്ററുകൾ, അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ സ്കീം ആയതുകൊണ്ട് തന്നെ കോമൺ സർവീസ് സെൻ്ററിൽ ഇതിന് അതീവ പ്രാധാന്യം നൽകി ഈ KYC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് നൽകുന്നുണ്ട്. ഫേസ് ഒതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനം വഴി ഇത് പൂർത്തീകരിക്കാനുള്ള സംവിധാനം ഇവിടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർഷകർക്ക് ധനസഹായം മുടങ്ങാതെ ലഭിക്കുന്നതിന് വെറും 5 മിനിറ്റ് നേരത്തെ ഈ ഒരു പ്രോസസ്സ് നിർവഹിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അവർക്ക് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കി മടങ്ങുന്നതിനും അതോടൊപ്പം തന്നെ തുടർന്ന് സുരക്ഷിതമായിട്ട് 1 വർഷക്കാലത്തേക്ക് ആനുകൂല്യം വാങ്ങുന്നതിനും സാധിക്കും. ഓരോ വർഷങ്ങളിലും നിലവിലുള്ള നിയമങ്ങളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അതായത് ഒന്നുകൂടി പുതുക്കേണ്ട വന്നേക്കാം, ഇതുപോലെ KYC ചെയ്യേണ്ട വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. KYC നമ്മുടെ സംസ്ഥാനത്താണ് ഇപ്പോൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന കൃഷിഭവനുകൾ ഓർമ്മിപ്പിക്കുന്നത്. അത് കർഷകരുടെ ഒന്നുകൂടി പുനഃപരിശോധനയുടെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കാം അത്തരത്തിലുള്ള അറിയിപ്പ് നൽകുന്നത്. രാജ്യവ്യാപകമായിട്ട് ഇലക്ട്രോണിക് KYC ഒരു പുതുക്കൽ അറിയിപ്പ് വന്നിട്ടില്ല. പക്ഷേ നമ്മളുടെ സംസ്ഥാനത്ത് ഇതാവശ്യപ്പെട്ട സ്ഥിതിക്ക് KYC ഒക്കെ ഒന്നുകൂടി ചെയ്ത് ഒന്ന് പുതുക്കി എടുക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര വിഹിതം ലഭിച്ചിട്ടുണ്ടാകും. ഇനി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ നിലവിൽ ബാങ്ക് അക്കൗണ്ടിലേക്കോ കൈകളിലേക്കോ ഒക്കെ ധനസഹായം ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ ചിലർ പഴയ പെൻഷൻ ഗുണഭോക്താക്കൾ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്തിട്ടില്ല. നിലവിൽ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യാത്തവരുടെ വിശദ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും അത് വാർഡ് മെമ്പർക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. അങ്ങനെയുള്ളവർ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊടുക്കാത്തത് മൂലമൊക്കെ നമുക്ക് തുടർന്ന് ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാൻ അല്ലെങ്കിൽ പ്രധാന സർക്കാർ അറിയിപ്പുകൾ കിട്ടാതെ വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണിവ. അടുത്തതായിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങളാണ്. നാളെ ഇതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തവർ അത് കൃത്യമായിട്ട് ഏൽപ്പിക്കണമെന്ന് നിരവധി തവണ നമ്മുടെ ചാനൽ വഴി പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പലർക്കും ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് അവർ ഈ കാര്യങ്ങൾ അറിയുന്നത് തന്നെ. വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാത്തവർക്ക് ഇനി ഇപ്പോൾ നഷ്ടമായിട്ടുള്ള പെൻഷൻ തുകകൾ ലഭിക്കുന്നതല്ല. ഇനി എന്നാണോ അവർ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത്, അത് ബന്ധപ്പെട്ട പഞ്ചായത്ത് എന്നാണോ അംഗീകരിക്കുന്നത്, അതിനുശേഷമേ നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഓണക്കാലമാണ്, കൂടുതൽ ധനസഹായമൊക്കെ വിതരണമുണ്ടെങ്കിൽ അത്തരം വലിയ നേട്ടങ്ങൾ നമുക്ക് നഷ്ടമാകും, പിന്നീട് അത് ലഭിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വേണ്ട ക്രമീകരണങ്ങൾ എത്രയും വേഗം ചെയ്യുക. എന്തെല്ലാം രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്, ഇനി എന്തെല്ലാം കൊടുക്കാനുണ്ട് എന്നൊക്കെയുള്ള വിശദ വിവരങ്ങൾ പെൻഷൻ വെബ്സൈറ്റിൽ സേവനയിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ആധാർ നമ്പർ കൊടുത്ത് നമ്മളുടെ സ്റ്റാറ്റസ് അറിയാനുള്ള സംവിധാനം പെൻഷൻ വെബ്സൈറ്റായ സേവനയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആശാ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ മാസം 4-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. 9ാം ക്ലാസ് മുതൽ ഉയർന്ന ഏത് കോഴ്സുകൾക്കും, അത് ബിരുദാനന്തര തലങ്ങളിൽ, അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് IIT, IIM പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, വിദേശ സർവകലാശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലാണ് സ്കോളർഷിപ്പ്. 15,000-ൽ തുടങ്ങുന്ന സ്കോളർഷിപ്പ് 20 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ടാകും. ഏകദേശം 25,000-ഓളം പേർക്കാണ് ഈ വർഷത്തെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. SBI ഫൗണ്ടേഷനാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. SBI ബാങ്കുമായിട്ട് ഇതിന് ബന്ധമില്ല. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.